തൃശ്ശൂരിൽ നിന്ന് സാരംഗ് കൊണ്ടനോടൊപ്പം നോക്കാം. തൃശ്ശൂരിൽ മഴയുണ്ടോ, എന്താണ് അവസ്ഥയെന്ന് പരിശോധിക്കാം. സാരംഗ്, ഗുഡ് മോർണിംഗ്. സാരംഗ്, തൃശ്ശൂരിൽ മഴ പെയ്യുന്നുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മനു, കഴിഞ്ഞ 2 ദിവസമായിട്ട് തൃശ്ശൂരിൽ മഴ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. വലിയ പ്രതിസന്ധി ഇല്ല. ഇടവിട്ട സമയങ്ങളിൽ മാത്രം, അത് രാത്രിയിൽ മാത്രം 1-2 മണിക്കൂർ മഴ പെയ്ത് ഒഴിയുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ദിവസമായിട്ട് വലിയ ദുരിതങ്ങളോ മറ്റ് അപകടങ്ങളോ ഇല്ല. പക്ഷേ ഇന്ന് ഓറഞ്ച് അലേർട്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിൽ ഇന്ന് അവധി തന്നെയാണുള്ളത്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കൊന്നും മാറ്റമില്ല. ജില്ലയിലാകെ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ മാത്രമാണ് തുറന്നിട്ടുള്ളത്. ഇവിടങ്ങളിലാകെ കൂടി 16 കുടുംബങ്ങൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇനിയും ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ, മഴയില്ലാതെ പോവുകയാണെങ്കിൽ ഉടനെ തന്നെ അവർക്ക് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങാനുള്ള സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 ദിവസം മുൻപ്, അതായത് ശനിയാഴ്ച മുതൽ മഴയുണ്ടായിരുന്നു. അന്നും ജില്ലയിൽ വലിയ രീതിയിലുള്ള മഴ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കേടുപാടുകൾ, നിരവധി വീടുകൾക്ക് തകർച്ച സംഭവിച്ചിരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വെള്ളം കയറിയിരുന്നു. പക്ഷേ ആ വെള്ളമൊക്കെ ഇപ്പോൾ 2 ദിവസം മഴയില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീടുകൾക്ക് കാര്യക്ഷമമായിട്ടുള്ള കേടുപാടുകളും ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും ആദ്യഘട്ടത്തിലെ മഴയിൽ വീടുകൾക്ക് കേടുകൾ സംഭവിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ മാറി നിൽക്കുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. എന്തായാലും സ്ഥിതി ഇങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. വലിയ അപകടങ്ങളില്ല, മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളില്ല. 5 ക്യാമ്പുകളിലായിട്ട് ഏതാണ്ട് 16 കുടുംബങ്ങൾ, അതിൽ ഏതാണ്ട് 48ഓളം മനുഷ്യരാണ് ഈ ക്യാമ്പുകളിലുള്ളത്. ഒരുപക്ഷെ സാഹചര്യം ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ വൈകാതെ അവർക്ക് അവരവരുടെ വീടുകളിലേക്ക് പോകാം. എന്തായാലും ഈ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ ജാഗ്രത നിർദ്ദേശങ്ങളുണ്ട്. ഈ അതിരപ്പിള്ളി പോലുള്ള വിനോദസഞ്ചാര മേഖലകളിലൊക്കെ തന്നെ നിർദ്ദേശങ്ങളും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഇനി ഈ മഴ മാറി നിന്നാൽ മാത്രമേ ആ നിയന്ത്രണങ്ങളൊക്കെ പിൻവലിക്കുകയുള്ളൂ. എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ സംബന്ധിച്ച് ആശ്വാസകരമാണ്. മറ്റ് പ്രശ്നങ്ങളോ അപകടങ്ങളോ ഇല്ല.